ഒരിടത്തൊരിടത്ത് ഒരു ഗ്രാമത്തിനോട് ചേർന്നുള്ള ഒരു കാട്ടിൽ കുഞ്ചുവെന്നും ചിമ്പുവെന്നും പേരുള്ള രണ്ടു കുട്ടിക്കുരങ്ങന്മാരുണ്ടായിരുന്നു. രണ്ടും നല്ല വികൃതികളായിരുന്നു. ഒരിക്കൽ ഗ്രാമത്തിനോട് ചേർന്നുള്ള മരങ്ങളിൽ കൂടെ ചാടിച്ചാടി കളിച്ചുകൊണ്ടിരുന്ന കുഞ്ചു ഗ്രാമത്തിലെ ഒരു ചെറിയ കട കണ്ടു. അവിടെ ഗ്ലാസ് ഭരണികളിൽ നിറച്ചുവെച്ചിരുന്ന മിഠായികൾ കണ്ടപ്പോൾ കുഞ്ചുവിനത് കഴിക്കണമെന്ന ആഗ്രഹം തോന്നി. കുഞ്ചു തക്കം പാർത്തിരുന്നു. അങ്ങനെ ഉച്ചയായപ്പോൾ കടക്കാരൻ ആഹാരം കഴിക്കുവാൻ പോയ സമയം നോക്കി കുഞ്ചു പയ്യെ നടന്ന് ഭരണിയുടെ അടുത്ത് ചെന്ന് ആരുമില്ല എന്നുറപ്പുവരുത്തി അവൻ ഒരു ഭരണിയിൽ നിന്നും ഒരു മിഠായി എടുത്ത് മരത്തിന്റെ മുകളിൽ പോയിരുന്ന് ആസ്വദിച്ച് കഴിച്ചു. വളരെയധികം മധുരമുള്ള ആ മിഠായി കുഞ്ചുവിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ കുഞ്ചുവെന്നും കടയിൽ നിന്ന് ഓരോ മിഠായി എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ കടക്കാരൻ തന്റെ കടയിലെ മിഠായികൾ കുറഞ്ഞു വരുന്നതായി ശ്രദ്ധിച്ചു. അതേസമയം കുഞ്ചു തന്റെ കൂട്ടുകാരൻ ചിമ്പുവിനോട് മിഠായിയെക്കുറിച്ചും അത് താൻ എങ്ങനെയാണത് കൈക്കലാക്കുന്നത് എന്നെല്ലാം വിശദമായി പറഞ്ഞുകൊടുത്തു. ചിമ്പു ഒരു കൊതിയനായിരുന്നു. അവൻ പിറ്റേന്ന് തന്നെ കുഞ്ചു പറഞ്ഞ കട ലക്ഷ്യമായി പുറപ്പെട്ടു. അങ്ങനെ അവൻ കട കണ്ടുപിടിച്ചു. കുഞ്ചു പറഞ്ഞതുപോലെ കടക്കാരൻ ഭക്ഷണം കഴിക്കാൻ പോയ തക്കം നോക്കി ചിമ്പു പാഞ്ഞു ചെന്ന് രണ്ട് കൈകളും രണ്ട് ഭരണികളിലിട്ട് കൈകളിൽ നിറച്ചും മിഠായി എടുത്തു. പക്ഷെ കൈ നിറച്ചും മിഠായി ആയതുകൊണ്ട് ചിമ്പുവിന് കൈ പുറത്തേക്കെടുക്കുവാൻ കഴിഞ്ഞില്ല. കുഞ്ചു ഓരോ മിഠായി മാത്രം എടുത്തതുകൊണ്ട് കുഞ്ചുവിന് എളുപ്പത്തിൽ കൈയെടുക്കുവാൻ കഴിയുമായിരുന്നു. കയ്യിലുള്ള മിഠായി കളഞ്ഞാൽ ചിമ്പുവിനും കൈയെടുക്കാൻ കഴിയും. എന്നാൽ അത്യാഗ്രഹിയായിരുന്ന ചിമ്പുവിന് അതിന് മനസ്സു വന്നില്ല. ഈ സമയം ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്ന കടക്കാരൻ ഈ കാഴ്ച കണ്ടു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചുകൊണ്ട് ചിമ്പുവിനെ നേരെ ഓടിയെടുത്തു. അപ്പോഴും ചിമ്പു കയ്യിലെ മിഠായി കളഞ്ഞ് രക്ഷപ്പെടാൻ തയ്യാറായില്ല. അങ്ങനെ ചിമ്പുവിനെ അയാൾ പിടികൂടി കെട്ടിയിട്ട് നാട്ടിലെ ഒരു സർക്കസ് കമ്പനിക്കാർക്ക് വിറ്റു. അവർ അവനെ കെട്ടിയിട്ട് ഡാൻസ് കളിക്കാനും മറ്റും പഠിപ്പിച്ച് നാട് നീളെ അവനെ വെച്ച് അഭ്യാസങ്ങൾ നടത്തി. അങ്ങനെ കാട്ടിൽ കളിച്ച് രസിച്ച് നടന്നിരുന്ന ചിമ്പു അത്യാഗ്രഹം കാരണം ഒരു അടിമയെപ്പോലെ ജീവിക്കേണ്ടി വന്നു. ഇതിൽ നിന്നും എന്തു മനസ്സിലായി കൂട്ടുകാർക്ക്? അത്യാഗ്രഹം ആപത്ത്.